എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. വളരെ സിമ്പിളും ബേസിക്കുമായ റൂം. ചെക്കൗട്ട് ചെയ്യാണ്. ഇനി ലുംബിനി, അവിടെ ബുദ്ധയുടെ ജന്മസ്ഥലമാണത്. അവിടെ ടെമ്പിൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ നേരെ കാഠ്മണ്ഡു. ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് 107 രൂപ, നേപ്പാളീസ് കറൻസി. 107 നേപ്പാളീസ് കറൻസി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചു. ചായയും 2 ബിസ്ക്കറ്റും പ്രാൻ്റെ ഒരു ചിപ്സും കഴിച്ചു. മൊത്തം 140 റുപ്യ. 100 റുപ്യ നമ്മുടെ കണക്കിൽ വന്നിട്ടു. കുഴപ്പമില്ല. ഇനി ഒരു 50 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ ലുംബിനി എത്തും. ഇവിടെ വലിയ തോതിൽ സ്പീഡ് ലിമിറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ചതൊക്കെ നല്ല സ്പീഡിലായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങി ആ ഒരു തുടക്കം മോശം റോഡായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടൊക്കെ കിടു റോഡ്സൊക്കെ കിട്ടി തുടങ്ങി. ടൗൺ ഏരിയ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ടൗൺ കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലത്തെ റോഡ് കിട്ടും. വിശാലമായ റോഡ്, പറപ്പിക്കാം. നേപ്പാളിൽ കയറിയിട്ട് നമ്മളുടെ ആദ്യത്തെ ട്രാഫിക്കാണ് ഇത്, മേജർ ട്രാഫിക്. ഇതിന് മുന്നേ നമ്മൾ എവിടെ ഇതേപോലെ ട്രാഫിക് ഒന്നും കുടുങ്ങിയിട്ടില്ല. ജസ്റ്റ് സാധാ പോലീസ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ, അതെല്ലാം പെട്ടെന്ന് ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഓക്കെ. എൻ്റെ തൊട്ട് ബാക്കിൽ പോലീസാണ് ഉള്ളത്. എമർജൻസി വണ്ടികളാണ് വരുന്നുണ്ട്. അപ്പോൾ ഇവനാണ് ട്രാഫിക് ഉണ്ടാക്കിയ വില്ലൻ. റോഡ് വർക്ക് നടക്കുന്നുണ്ട്. അതാ നേപ്പാളിലെ റോഡുകളൊക്കെ സൂപ്പർ റോഡാണ്. എന്തേലുണ്ടെങ്കിൽ ഉടനെ റോഡൊക്കെ പണിത് റെഡിയാക്കും. അങ്ങനെ നമ്മൾ ലുംബിനി ടൗൺ എത്തി. ഇതാണ് ലുംബിനിയുടെ പ്രധാനപ്പെട്ട സിറ്റി.
അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങി. ഈ ഐസ്ക്രീം का नाम क्या है? മടുക്ക ഐസ്ക്രീം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയ ആണ്, ഇവിടുന്ന് വാങ്ങിയ ഐസ്ക്രീമാണ്. ആ ഐസ്ക്രീം 2 മുന്തിരിയെല്ലാം കാണുന്നുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ഐസ് വെള്ളം കഴിക്കും പോലെ ഉണ്ട്. ഐസ്ക്രീം അല്ല, ഐസ് വെള്ളം. ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഐസ്ക്രീമെല്ലാം കഴിച്ചു. നമ്മുടെ നിതുവും വിശാഖേട്ടനകത്ത് പോയി. ഞാടെ ബൈക്കിന് കാവലിക്കുക. അവർ വന്നിട്ട് ഞാൻ പോകും. അത് തായ് മൊണാസ്ട്രിയാണ്. ബാക്കിൽ ആ കാണുന്നതാണ് ഇന്ത്യയുടെ. അങ്ങനെ തൊട്ടപ്പുറത്ത് കംബോഡിയ, പിന്നെ ഭൂട്ടാനുണ്ട്, മ്യാൻമാറിനുണ്ട്. 40 മൊണാസ്ട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. ബുദ്ധൻ ജനിച്ചതും ഇതേ കമ്പൗണ്ടിൻ്റെ അകത്താണ്. പക്ഷെ ഏറ്റവും വലുതുള്ള ഈ കമ്പൗണ്ടിൻ്റെ പുറത്ത് കുറച്ചപ്പുറത്താണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്ന അയാളെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇതാണ് തായ് മൊനാസ്ട്രി. ഇതാണ് മെഡിറ്റേഷൻ്റെ സ്ഥലം. കിട്ടുവാട്ടോ, ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. പിന്നെ ഇത് ചുറ്റുമുള്ളൊരു ലാൻഡ്സ്കേപ്പ്, തായ് കൊടിയും പിന്നെ നേപ്പാളിൻ്റെ കൊടിയും. ഇതാണ് ഇന്ത്യയുടെ ടെമ്പിൾ. ഇതാണ് കാംബോഡിയയുടെ മൊണാസ്ട്രി നേരെ കാണുന്നത്. ഇത് നമ്മുടെ വിശാഖേട്ടനും ഇതും വെള്ളം മേടിച്ചു വരുന്നത്. ഇതാണ് കംബോഡിയയുടെ മൊണാസ്ട്രി. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് വർക്കും കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി ഭംഗിയുള്ളത് കംബോഡിയയുടെ മൊണാസ്ട്രിയാണിത്. ഒരു കംബോഡിയൻ ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ ശരിക്കും കൊടുത്തേക്കുന്നത്, അവിടുത്തെ ടെമ്പിൾസിൻ്റെ ഒക്കെ. പിന്നെ ഇവിടെ തന്നെ ഒരു കടയുണ്ട്. വെള്ളമെല്ലാം വേണമെങ്കിൽ മേടിക്കുക, വേറെ എവിടെയും കിട്ടാനില്ല. പിന്നെ ഇതുണ്ട് ഗേറ്റ് ഉണ്ടല്ലേ. ഇതാണ് ടിക്കറ്റ്. നേപ്പാളികൾക്ക് 20, ഇന്ത്യക്കാർക്ക് 40. പിന്നെ സാർക്ക്, അതേപോലെ മ്യാൻമാർ അവർക്കെല്ലാം 200, ബാക്കിയുള്ള രാജ്യക്കാർക്കെല്ലാം 500. ഈ കാണുന്നതാണ് ഇന്ത്യ എൻട്രൻസ്. നേരെ കാണുന്നത് മായാദേവി ടെമ്പിളാണ്, ബുദ്ധൻ ജനിച്ച ടെമ്പിൾ. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഏതാണ്ട് ഒരു 200-250 മീറ്റർ, 5 മിനിറ്റ് നടക്കാറുണ്ട്. ലുംബിനിയുടെ ഒരു മാസ്റ്റർ പ്ലാനാണിത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയി ഇതെല്ലാം കണ്ട് പിന്നെ ഇതും കണ്ട് പുറത്തേക്കിറങ്ങും. ചിലപ്പോൾ ഒന്നും കണ്ട് പുറത്തിറങ്ങും, കാരണം അത്രയ്ക്ക് ചൂടാണ്. ചെരുപ്പ് ഊരിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടുന്ന് കാലും കഴുകി എന്നിട്ട് വേണം ഇതിലെ കൂടി എൻ്റർ ചെയ്യാൻ.
ഇതാണ് മൊണാസ്ട്രിക്കുള്ള എൻട്രൻസ്. ഇവിടെയാണ് ഗൗതം ബുദ്ധ മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലം. സൈലൊരു കുളമുണ്ട്. ഇതാണ് ഈ മൊണാസ്ട്രിൻ്റെ എക്സിറ്റ്. അകത്ത് ക്യാമറയും കാരണം അലൗഡല്ല. ബുദ്ധൻ ജനിച്ച കല്ല് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം. ചെറിയൊരു കുളം. ഇനി ചുറ്റും ആമകളാണ് മൊത്തം. എന്താ ആമകൾ നീന്തി കളിക്കണം. ഖത്തറിലുണ്ടായവർക്ക് ഇത് പിടികിട്ടും. റയ്യാൻ വെള്ളം. കുഴപ്പമൊന്നുമില്ല, സാധാ പോലെ തന്നെ മട്ടൻ കറിയും തവാറൊട്ടി. മട്ടൻ കറി കുഴപ്പമില്ല, ഗ്രേവിയൊക്കെ ഉണ്ട് അത്യാവശ്യം. തവറൊട്ടി ഇന്നലത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇന്നലത്തെ കിട്ടിയ തവ പപ്പടം, ഇന്ന് കിട്ടിയത് ചപ്പാത്തി. അങ്ങനെ ഓടി ഓടി കാഠ്മണ്ഡുവിൽ നിന്ന് 100 കിലോമീറ്റർ ബാക്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ഹൈവേയുടെ സൈഡിൽ റൂം കിട്ടി. ഇവിടെ ഒരു തുറക്കാനിരിക്കുന്ന ഒരു കോഫി ഷോപ്പാണ്. റിസോർട്ടിന് താഴെ അവിടെ തന്നെയാണ് ബൈക്ക് വെച്ചേക്കുന്നത്. നമ്മുടെ 3 പേരുടെയും ബൈക്ക് ഇവിടെ ബാക്കിൽ വെച്ച്. ഇത് ഹൈവേ ആണ്, അങ്ങോട്ടേക്കാണ് കാഠ്മണ്ഡു. സാധനമൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ ഈ ഹോട്ടലിൻ്റെ ഓണർ അദ്ദേഹം ആലപ്പുഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ചപ്പാത്തിയും പരിപ്പറിയും കിട്ടി. ഏതായാലും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.